ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ തമിഴ് സിനിമ നോക്കുകയാണെങ്കിൽ പലതും സംഭവിച്ചു. രജനീകാന്തും കമൽഹാസനും കാലുറപ്പിച്ചു. വിജയകാന്തും സത്യരാജും ശരത് കുമാറും ബോക്സ് ഓഫീസ് കളക്ഷൻ ചിത്രങ്ങൾ കാഴ്ചവെച്ച് സൂര്യ, അജിത്, ധനുഷ്, അർജുൻ എന്നീ ജനപ്രിയ താരങ്ങൾ പ്രേക്ഷക മനസ്സുകളിൽ കയറിക്കൂടി. 1980കളിൽ ഒത്തിരി വലിയ താരങ്ങൾ ഉള്ള സിനിമാ മേഖലയായിരുന്നു തമിഴ് സിനിമ. അങ്ങനെയുള്ളൊരു മേഖലയിൽ പുതിയൊരു താരം വന്നു. വലിയ ഓളമൊന്നും ഉണ്ടാകാതെ മെല്ലെ ഒരു വരവ്. പിന്നെ അങ്ങോട്ട് നടന്നത് ചരിത്രം. തൻ്റെ മുൻഗാമികളുടെയും കൂടെ നിലവിൽ ഉള്ളവരുടെയും മുന്നിൽ കൂടി മുകളിലേക്ക് കയറി. ആ പയ്യൻ്റെ പല ചിത്രങ്ങളും ബോക്സ് ഓഫീസുകളിൽ തീയായി. തെന്നിന്ത്യയും കടന്ന് ആ താരത്തിൻ്റെ സിനിമയ്ക്കായി പ്രേക്ഷകർ കാത്തിരിപ്പായി. കേരളത്തിൽ പോലും ബോക്സ് ഓഫീസ് കിങ്ങായി, യുവാക്കളുടെ ഹരമായി. അത് ജോസഫ് വിജയ് ചന്ദ്രശേഖർ, നമ്മുടെ സ്വന്തം ദളപതി. വെങ്കട് പ്രഭു ചിത്രമായ ഗോഡ് എന്ന ചിത്രം തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആരാധകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. അതായത് മറ്റൊരു താരത്തിനും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സ്വീകാര്യതയാണ് വിജയ്ക്ക് കേരളത്തിൽ ലഭിക്കുന്നത്. അത് സ്ക്രീനിലെ മികവ് കൊണ്ട് മാത്രമല്ല, അതിനു പുറത്തും ഉള്ള ഇടപെടൽ കൂടിക്കൊണ്ട് മാത്രമാണ് അത് സാധ്യമാകുന്നത്. അദ്ദേഹത്തെ മലയാളികൾ വിളിക്കുന്നത് പോലും കേരളത്തിൻ്റെ ദത്തുപുത്രൻ കൂടിയെന്നാണ്. വിജയ് സിനിമകളുടെ കേരളത്തിലെ റിലീസ് പോലും ആഘോഷമാണ്. അടുത്ത കാലത്തെ മലയാള താരങ്ങൾക്ക് പോലും കിട്ടാത്ത ഗംഭീര വരവേൽപ്പുകൾ. ലിയോ അവസാനത്തെ ഉദാഹരണമാണ്. ആദ്യ ദിന കളക്ഷൻ 12 കോടിയാണ്. 480 ഫാൻ ഷോകളും മറ്റൊരു ചിത്രത്തിനും ഫസ്റ്റ് ഡേ കളക്ഷൻ ഇതുവരെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. മിക്സഡ് റിവ്യൂ വന്നിട്ടും കേരള ബോക്സ് ഓഫീസിൽ 60 കോടിയോളം വാരി. അതേ ബോക്സ് ഓഫീസ് കിങ് അച്ഛൻ്റെ കൈപിടിച്ചാണ് ചിത്രത്തിൽ വിജയ് എത്തിയതെങ്കിലും പല വിമർശനങ്ങളും സ്വന്തം കഴിവുകൾ കൊണ്ടും ആണ് വിജയ് കാലുറപ്പിച്ചത്. പിന്നെ വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ചയും ജനങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും. പൂവേ ഉനക്കാകെ എന്ന ചിത്രം ശ്രദ്ധേയമായി തുടങ്ങി. പതുക്കെ റൊമാൻറ്റിക് നായകനായി കയറാൻ തുടങ്ങി. ഒപ്പം മലയാളി പ്രേക്ഷകരുടെ മനസ്സിലും 2000-ന് ശേഷം ഖുഷി, പ്രിയമാനവളെ, ഫ്രണ്ട്സ് എന്നീ ഹാട്രിക് വിജയങ്ങൾ മുൻനിര നായകന്മാരെക്കാളും മുന്നിലോട്ടുള്ള ഒരു തുടക്കമായി. മലയാളികൾക്ക് തമിഴ് സിനിമകളോട് പണ്ടു മുതലേ താല്പര്യം തന്നെയല്ലാതെ മനം തുള്ളും, ഗില്ലി, പോക്കിരി ഇതൊക്കെ ഉണ്ടാക്കിയ ഓളം ആരും മറക്കില്ല. വിജയ് ചിത്രത്തിൻ്റെ ഗാനങ്ങളും ആരും മറക്കില്ല. കത്തി, സർക്കാർ, ബിഗിൽ, വേലായുധം, തുപ്പാക്കിയും, ബോഡിഗാർഡും, മാസ്റ്ററും, ബീസ്റ്റും, അവസാനം വന്ന ലിയോയ്ക്കും മലയാളികൾ കൊടുത്ത കളക്ഷൻസ് എടുത്തു പറയാൻ ഉള്ളത് തന്നെയാണ്. ഇനിയുള്ളത് ഗോട്ടും. ഇതുവരെ ഉള്ളതിനേക്കാളും പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. ഓരോ അപ്ഡേറ്റുകൾക്കായും പ്രേക്ഷകർ കാത്തിരിപ്പാണ്. വെങ്കട് പ്രഭുവിൻ്റെ സംവിധാനത്തിൽ വിജയ് ഇരട്ട വേഷത്തിൽ എത്തുന്ന ദ ഗോഡ് വളരെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. ഉടനെ തന്നെ ചിത്രം തിയേറ്ററിൽ എത്തുന്നുമുണ്ട്. എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോയും ചാനലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.